ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം. നല്ല ഈ മസാലയെല്ലാം അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ചെറുനാരങ്ങാ നീര് ആഡ് ചെയ്യാൻ മറന്നുപോയിരുന്നു. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങാ നീരും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം. നന്നായി തിളച്ച എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം നമുക്ക്. ചിക്കൻ കുറച്ച് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അത് മറിച്ചിടാൻ നോക്കാവൂ. കാരണം വേഗം തന്നെ മറിച്ചിടുമ്പോൾ അതിനകത്ത് ഉള്ള മസാലയെല്ലാം ഈ എണ്ണയിലേക്ക് മിക്സ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്കിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായും ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല ഈ ചിക്കനിലേക്ക് പിടിച്ചു വരണമല്ലോ. ഇനി അതിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നാൽ മാത്രമേ ആ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ കൊണ്ടാട്ടം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ചപ്പാത്തിയോടൊപ്പം കഴിച്ചു നോക്കാം.
നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് അൻവിൻ്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സവാളയിലാക്കുമ്പോൾ ഈ ടേസ്റ്റ് ഇല്ല, ചെറിയ ഉള്ളിയിൽ തന്നെ വഴറ്റി നോക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ബായ്.